കൂടിയാട്ടം കേരളത്തിലെ ശാസ്ത്രീയ കലാരൂപങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് എന്ന് അവകാശപ്പെടാവുന്നതാണ് കൂടിയാട്ടം. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൂടിയാട്ടം നിലവിലുണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ലളിതമായി പറഞ്ഞാൽ സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. സംസ്കൃത ശ്ലോകങ്ങൾ വിസ്തരിച്ച് അഭിനയിക്കുന്ന രീതിയിലാണ് കൂടിയാട്ടം സംവിധാനം ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഒരു നടൻ തന്നെ പല കഥാപാത്രങ്ങളായി പകർന്നാടുന്നു. മിഴാവ്, ഇടയ്ക്ക, തിമില, ഇലത്താളം എന്നിവയാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പിന്നണി വാദ്യങ്ങൾ. പുരാതന കാലത്ത് ക്ഷേത്രങ്ങൾക്കകത്തു മാത്രമാണ് കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നത്. ഈ അനുഷ്ഠാനാവതരണത്തിനുള്ള ഇടമായിരുന്നു കൂത്തമ്പലം. ചേര രാജാവ് കുലശേഖരവർമ്മൻ മഹോദയപുരം, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ, ഭരിച്ച കാലത്താണ് ഈ കലാരൂപത്തിന് നവീന മുഖം കൈവന്നത്. സുഭദ്രാധനഞ്ജയം, തപ്തി സ്വയംവരം എന്നീ കൂടിയാട്ട കൃതികൾ എഴുതിയത് അദ്ദേഹമാണ്. ഈ കഥകൾക്ക് പുറമെ പുരാണ ഇതിഹാസത്തിലെ സന്ദർഭങ്ങൾ കോർത്തിണക്കിയ ധാരാളം കഥകൾ കൂടിയാട്ടത്തിൽ ഇന്നുണ്ട്. ആദ്യകാലത്ത് ചാക്യാർ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നത്. സ്ത്രീവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ചാക്യാന്മാരുടെ ഭാര്യമാരായ നങ്ങ്യാരമ്മമാരാണ്. കേരള കലാമണ്ഡലത്തിന്റെ ആരംഭത്തോടെ ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് കൂടിയാട്ടം ക്ഷേത്രാങ്കണങ്ങൾക്ക് പുറത്തും അരങ്ങേറി തുടങ്ങി. പൈങ്കുളം രാമചാക്യാരാണ് ഇതിന് മുൻകൈയെടുത്തത്. പിൽക്കാലത്ത് കേരളത്തിലും പുറത്തും ഒട്ടേറെയിടങ്ങളിൽ കൂടിയാട്ടം പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തിരുവനന്തപുരം മാർഗി, ഇരിങ്ങാലക്കുട ചാച്ചു ചാക്യാർ സ്മാരകം, ഇരിങ്ങാലക്കുട കൈരളി, കിള്ളിക്കുരിശുമംഗലത്തെ മാണി മാധവ ചാക്യാർ സ്മാരകം, മൂഴിക്കുളം നെപേദ്യ, തൃപ്പൂണിത്തുറയിലെ രാജ്യാന്തര കൂടിയാട്ട പഠന കേന്ദ്രം, പൈങ്കുളം രാമചാക്യാർ സ്മാരക കലാപീഠം എന്നിവ കലാമണ്ഡലത്തിന് പുറമെയുള്ള പ്രധാന പഠന കേന്ദ്രങ്ങളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്ത കലാരൂപം കൂടിയാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിലെ അതികായർ: മാണി മാധവ ചാക്യാർ, അമ്മന്നൂർ ചാച്ചു ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ, പൈങ്കുളം രാമചാക്യാർ, അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, പൈങ്കുളം ദാമോദര ചാക്യാർ, പൈങ്കുളം ചെറിയ രാമചാക്യാർ എന്നിവർ കൂടി മലയാളത്തിലെ മുൻകാല പ്രതിഭകളിൽ ഉൾപ്പെടുന്നു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, മാർഗി സജീവ് നാരായണ ചാക്യാർ, മാർഗി മധു, കലാമണ്ഡലം സംഗീത് ചാക്യാർ, അമ്മന്നൂർ രജനീഷ് ചാക്യാർ എന്നിവർ പുതിയ തലമുറയിലെ അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയകലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തെ അഭിനയത്തിന്റെ അമ്മ എന്നും വിശേഷിപ്പിക്കുന്നു. ഏറ്റവും പ്രാചീനമായ സംസ്കൃത നാടക രൂപങ്ങളിലൊന്നാണിത്. പൂർണ്ണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് കൂടിയാട്ട കുലപതി ഗുരു മാണിക്യ മാധവ ചാക്യാർ ശാസ്ത്രീയമായി രചിച്ച ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഈ കൃതി പണ്ഡിതന്മാർക്കും കൂടിയാട്ട കലാകാരന്മാർക്കും ഒരുപോലെ സഹായകമാണ്.